ഒരു ദിവസം ടീനു പക്ഷി ഭക്ഷണവും അന്വേഷിച്ച് കാട്ടിൽ പറക്കുകയായിരുന്നു. അപ്പോൾ താഴെ ഒരു സ്വീറ്റ് കിടക്കുന്നത് അത് ശ്രദ്ധിച്ചു. അയ്യോ, ഇത് കാണാൻ ഏതോ സ്വീറ്റ് പോലെ ഉണ്ടല്ലോ. ഇത് മനുഷ്യർ കഴിക്കുന്നതാണ്. ഇന്ന് അത് എനിക്ക് കിട്ടിയിരിക്കുന്നു. അത് ഉടനെ താഴേക്ക് വന്ന് ആ സ്വീറ്റ് തന്റെ ചുണ്ടുകൊണ്ട് കടിച്ച് അവിടെ നിന്നും കാട്ടിലേക്ക് പോയി. അത് ആ സ്വീറ്റ് എടുത്തുകൊണ്ടുപോയി അതിന്റെ കൂട്ടിൽ കൊണ്ടുവച്ചു. അതിന്റെ കൂടിരിക്കുന്ന മരത്തിലെ എല്ലാ ചില്ലകളിലും വേറെ പക്ഷികൾ കൂടുണ്ടാക്കിയിരുന്നു. ഒരു കൂട്ടിലിരുന്ന് മൈന പറഞ്ഞു, ആ ടീനു, ഇത് നിനക്ക് എവിടെ നിന്നാ കിട്ടിയത്? കാട്ടിലൂടെ പോകുമ്പോൾ എനിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയതാ. ഏതോ മനുഷ്യർ ഇട്ടിട്ട് പോയതാന്ന് തോന്നുന്നു. ഞാനും പോയി നോക്കട്ടെ, ഒരുപക്ഷെ ഇനി എനിക്കും അത് കിട്ടിയാലോ. അങ്ങനെ പറഞ്ഞ് അതവിടെ നിന്നും പറന്നുപോയി. മൈന പോയതെന്തായാലും നന്നായി. ഞാനും പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. അവളിവിടെ ഉണ്ടെങ്കിൽ ഞാൻ വെളിയിൽ പോകുമ്പോൾ അവൾ ഇത് വന്നെടുക്കും. അങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ടീനു കുളത്തിനടുത്തേക്ക് പോയതും മൈന തിരിച്ചും വന്നു. എനിക്കറിയാമായിരുന്നു, ഞാനിവിടെ ഉണ്ടെങ്കിൽ ആ സ്വീറ്റും വിട്ട് അവൾ എവിടേക്കും പോകില്ല. ഇപ്പോൾ തന്നെ ഇത് കൈക്കലാക്കിയേക്കാം. അങ്ങനെ മൈന ടീനുവിന്റെ കൂട്ടിലിരുന്ന സ്വീറ്റ് എടുത്തോണ്ട് പോയി അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി വച്ചു. ടീനു വെള്ളം കുടിച്ച് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അതിന്റെ കൂട്ടിൽ സ്വീറ്റ് ഇല്ലാത്തത് കണ്ട് അത് ഷോക്കായി. അയ്യോ, ഈ സ്വീറ്റ് ഞാൻ ഇവിടെയാണല്ലോ വച്ചിരുന്നത്. ആരായിരിക്കും എടുത്തത്? അത് അവിടെയും ഇവിടെയും തിരഞ്ഞു നോക്കി. അപ്പോൾ മൈനയുടെ കൂട്ടിൽ ആ സ്വീറ്റ് ഇരിക്കുന്നത് കണ്ട് ഉടനെ അത് കൂടിനടുത്തേക്ക് പോയി. എനിക്കറിയാം, ഈ മൈനയായിരിക്കും ഇത് മോഷ്ടിച്ചത്. ആദ്യം ഇത് എന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അത് കൂടിനകത്തേക്ക് പോകാൻ നോക്കി. എന്നാൽ അതിനുള്ളിൽ മൈന അവിടെ വന്ന് കൂടിന്റെ മുൻപിൽ വന്നു നിന്നു. ഇത് എന്റെ സ്വീറ്റാ, നീ എന്തിനാ മോഷ്ടിച്ചത്? ഞാൻ നിന്റെ മുൻപിൽ വെച്ചല്ലേ സ്വീറ്റ് അന്വേഷിച്ചു പോയത്. അത് എനിക്കും കിട്ടി. ഇതെങ്ങനെയാണ് നിന്റെ സ്വീറ്റ് എന്ന് നീ പറയുന്നത്? ഇത് എന്റേത് തന്നെയാ. അവിടെ വേറെ ഒരു സ്വീറ്റും ഇല്ലായിരുന്നു. ഞാൻ മോഷ്ടിച്ചത് നീ കണ്ടോ? പിന്നെ ഒരു കാര്യം കൂടി, ഇത് എന്റെ കൂട്ടിലിരിക്കുന്നതുവരെ അതിന്റെ അവകാശി ഞാനാണ്. ടീനുവിന് അതിനുശേഷം ഒന്നും പറയാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്നാൽ സാക്ഷിയില്ലാതെ എങ്ങനെ മൈനയെ കുറ്റം പറയാൻ പറ്റും? മൈന ആ സ്വീറ്റ് എടുത്ത് കുറച്ച് കഴിച്ചു. അതിനുശേഷം കൂട്ടിനുള്ളിൽ തന്നെ കളിച്ചു. അപ്പോൾ ഒരത്ഭുതവും സംഭവിച്ചു. ആ സ്വീറ്റ് അനങ്ങാനും ആടാനും തുടങ്ങി. പതുക്കെ പതുക്കെ മൈനയുടെ കൂട്ടിലുണ്ടായിരുന്ന ആ സ്വീറ്റ് ടീനുവിന്റെ കൂട്ടിലേക്ക് വന്നു. അപ്പോൾ മൈന നോക്കിയപ്പോൾ അവിടെ സ്വീറ്റ് ഇല്ലാത്തത് കണ്ട് അത് ഒരുപാട് ഷോക്കായി. ടീനു, നീ എന്റെ കൂട്ടിൽ നിന്നും സ്വീറ്റ് മോഷ്ടിച്ചോ? അതെനിക്ക് തിരിച്ചുതാ. ആദ്യത്തെ കാര്യം, ഞാൻ മോഷ്ടിക്കുന്നത് നീ നിന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ആ സ്വീറ്റ് ഇപ്പോൾ എന്റെ കൂട്ടിലാണുള്ളത്. അതുകൊണ്ട് അത് എന്റെ മാത്രം സ്വന്തമാ. ഇത് കേട്ടതും മൈനയ്ക്ക് മനസ്സിലായി, നമ്മൾ ചെയ്തത് നമുക്ക് നേരെ തിരിഞ്ഞെന്ന്. അതുകൊണ്ട് ശാന്തമായി അത് അവിടെ നിന്നും പോയി. ഈ സ്വീറ്റ് ആ കൂട്ടിൽ നിന്നും ഈ കൂട്ടിൽ തന്നെ എങ്ങനെ വന്നു? തന്നെ വന്നതല്ല, ഞങ്ങളാണ് എടുത്തുകൊണ്ടുവന്നത്. അപ്പോൾ ആ സ്വീറ്റിന്റെ താഴെ നിന്ന് 3 ഉറുമ്പുകൾ പതുക്കെ അടുത്തേക്ക് വന്നു. ആ ഉറുമ്പുകളെ കണ്ട് ടീനു ഷോക്കായി. അയ്യോ, നിങ്ങളെപ്പോഴാ എന്റെ കൂട്ടിലേക്ക് വന്നത്? ഞങ്ങളാണ് ആദ്യം ഈ സ്വീറ്റ് കഴിച്ചിരുന്നത്. അപ്പോൾ നീ എടുത്തുകൊണ്ടു വന്നു. ഞങ്ങൾ ചെറുതായതുകൊണ്ട് നിന്റെ കണ്ണിൽ ഞങ്ങൾ പെട്ടില്ല. ഈ സ്വീറ്റിനോടൊപ്പം ഞങ്ങൾ 3 പേരും ഇവിടേക്ക് വന്നു. അതിനുശേഷം മൈന അതിന്റെ കൂട്ടിലേക്ക് എടുത്തുകൊണ്ടുപോയപ്പോൾ ഞങ്ങളും അതിന്റെ കൂടെ അവിടേക്ക് പോയി. അപ്പോഴാണ് 2 പേരും സംസാരിക്കുന്നത് കേട്ടത്. ഞങ്ങൾക്ക് മൈനയോട് ഒരുപാട് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് സാഹചര്യം കിട്ടിയപ്പോൾ ഞങ്ങൾ 3 പേരും സ്വീറ്റ് നിന്റെ കൂട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നത്. ഇത് കേട്ടപ്പോൾ ടീനു സന്തോഷത്തോടെ പറഞ്ഞു, നിങ്ങൾ 3 പേർക്കും ഒരുപാട് നന്ദി. ഇനി ഈ സ്വീറ്റ് നിങ്ങളുടെയും കൂടിയാ. ഇനി ഞാനിത് കഴിക്കില്ല. അയ്യോ, വേണ്ട, ഞങ്ങൾ കഴിക്കാനുള്ളത് ആദ്യം തന്നെ കഴിച്ചു. ഇനി കഴിക്കാനൊന്നും പറ്റില്ല. ഇനി ഇത് നിന്റേതാ. ഒരുപാട് താങ്ക്സ് ഫ്രണ്ട്സ്. ഇനി ബാക്കിയുള്ളത് ഞാൻ കഴിക്കാം. എന്നാൽ ഇന്നു മുതൽ നമ്മൾ നല്ല ഫ്രണ്ട്സാ. ഇനി നിങ്ങൾക്ക് എന്റെ കൂടെ താമസിക്കാം. ആ 3 ഉറുമ്പുകളും ശരിയെന്ന് പറഞ്ഞ് അവർ 3 പേരും ആ കൂട്ടിൽ തന്നെ താമസിക്കാൻ തുടങ്ങി. അവർ എവിടെ പോയാലും ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. ഒരിക്കൽ 3 പേരും തറയിൽ നടന്നു പോകുമ്പോൾ ടീനു അവരോടൊപ്പം തന്നെ കാറ്റിൽ പറന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് കാലാവസ്ഥയും മാറി. നന്നായി മഴ പെയ്യാനും തുടങ്ങി. പാവം ടീനുവിന് ശരിക്ക് പറക്കാനും കഴിഞ്ഞില്ല.
തറയിൽ വെള്ളമൊഴുകാനും തുടങ്ങി. ഉറുമ്പുകളെല്ലാം വെള്ളത്തിൽ അകപ്പെട്ടു. അത് കണ്ടതും ടീനു ചിന്തിച്ചു. അത് മരത്തിലുള്ള ഇലകൾ പറിച്ച് വെള്ളത്തിലേക്കും ഇട്ടു. 3 ഉറുമ്പുകളും ആ ഇലയിലും കയറിയിരുന്നു. അവർ ജീവനും രക്ഷിച്ചു. മഴയെല്ലാം കഴിഞ്ഞതിനു ശേഷം ടീനു 3 പേരെയും കൂട്ടിലേക്കും കൊണ്ടുപോയി. ടീനു, ഇന്ന് നീ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചു. ഇനി ഇങ്ങനെയുള്ള അവസ്ഥ നിനക്ക് വരുമ്പോൾ ഉറപ്പായും ഞങ്ങൾ 3 പേരും നിന്നെ രക്ഷിക്കും. നിങ്ങൾ 3 പേരും കുഞ്ഞല്ലേ, എന്റെ ജീവൻ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? എന്നാൽ ഇന്ന് ഞാൻ സന്തോഷത്തിലാണ്. നിങ്ങളുടെ ജീവൻ ഞാൻ രക്ഷിച്ചല്ലോ. അടുത്ത ദിവസം ഒരു വേട്ടക്കാരൻ കാട്ടിലേക്കും വന്നു. അപ്പോൾ ആ ഉറുമ്പുകൾ മരത്തിന് താഴെ ഇരുന്ന് കളിക്കുകയായിരുന്നു. ടീനു മരത്തിന്റെ ചില്ലയിൽ ഇരിക്കുകയായിരുന്നു. ആ കൊള്ളാമല്ലോ, സുന്ദരിയായ ഒരു പക്ഷി. ഇതിനെ എങ്ങനെയെങ്കിലും പിടികൂടിയേ പറ്റൂ. അങ്ങനെ ടീനുവിന് നേരെ അയാൾ ഉന്നം വച്ചു. ഉറുമ്പുകൾ അതപ്പോൾ കാണുന്നുണ്ടായിരുന്നു. ഉടനെ അവർ അയാളുടെ കാലിൽ കയറി. ആ 3 ഉറുമ്പുകളും അയാളെ ഒരേ സമയം കടിച്ചു. ആ വേട്ടക്കാരന് വേദനിച്ച് അതുകൊണ്ട് ടീനുവിന് നേരെ വെച്ച ഉന്നം അയാൾ മാറ്റി വെടിവെച്ചു. അപ്പോൾ വെടിവെച്ചത് ഒരു കരിക്കിൽ കൊണ്ട് ആ കരിക്ക് നേരെ ആ വേട്ടക്കാരന്റെ തലയിൽ തന്നെ വീണു. അയ്യോ, എന്റെ കഥ കഴിഞ്ഞു. വേട്ടക്കാരൻ തല കറങ്ങി താഴേക്കും വീണു. ഒരുപാട് നന്ദി സുഹൃത്തുക്കളെ, നിങ്ങൾ 3 പേരും ഇത്ര ചെറുതായിട്ടും ഇന്ന് എന്റെ ജീവൻ രക്ഷിച്ചിരിക്കുന്നു. അന്ന് ഞാൻ നിങ്ങളെ ചെറുതായി കണക്കാക്കി. കുഴപ്പമില്ല, നമ്മൾ എല്ലാവരും ഫ്രണ്ട്സ് അല്ലേ? ശരി, ഈ വേട്ടക്കാരൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് നമുക്ക് പോയേ പറ്റൂ. അതിനുശേഷം 4 പേരും സന്തോഷത്തോടെ അവിടെ നിന്നും അവരുടെ കൂട്ടിലേക്ക് പോയി.